ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻട്രോ ഇല്ലാണ്ട് ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നുള്ള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വയനാട് കൽപ്പറ്റ സ്വദേശിയാണല്ലോ. അപ്പം വയനാട്ടിൽ ഡ്രസ്സില്ല, നല്ല പോലത്തെ ഡ്രസ്സില്ല എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു എല്ലാ ഡ്രസ്സും എടുക്കാൻ ഞാൻ കോഴിക്കോടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തത് മഹാറാണി, നമ്മളെ കൽപ്പറ്റയുള്ള മഹാറാണി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സെലക്ഷൻസും അവൈലബിൾ ആണെന്ന്. നേരെ ചെന്ന് നോക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഗൈസ്, മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മഹാറാണിയിലെത്തി. ഉമ്മ ആരുമില്ല, ഓരൊക്കെ കല്യാണം പറയാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനും കണ്ണാപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാനാണല്ലോ. എന്നെ ബിഹൈൻഡ് സീൻ ആക്കി ഗൈസ്. ഭയങ്കര മഴ ഓടി കയറേ, സ്ലോ മോഷൻ. പിന്നെ ഒരുമാതിരി അമൽനീരത്തിന്റെ പടം പോലെ. മഹാറാണി മഹാറാണി. അപ്പൊ നമുക്ക് കേറിയിട്ട് ജെൻസിന്റെ സെക്ഷനൊക്കെ എവിടെയാന്നൊക്കെ നോക്കാം. ഹായ്. നമുക്ക് അപ്പൊ നമുക്ക് ഇനി ജെൻസിന്റെ സെക്ഷനാണ്. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സാധനങ്ങൾ നോക്കണം. പിന്നെ കല്യാണ തലേന്ന് ഇടാനുള്ള എന്തെങ്കിലുമൊക്കെ നോക്കണം. വേണ്ടേ? അത് വേണ്ടേ? പിന്നെ എന്താ നോക്കണ്ടേ? മെയിനായിട്ട് അതന്നെ. മെയിനായിട്ട് അതന്നെ. നമുക്ക് ഷെഡി ഉണ്ടോ? ഷെഡി അതൊക്കെ ഉണ്ടടാ. ഹായ് ഹായ് ഹായ്. ഓക്കെ, ജെൻസിന്റെ സെക്ഷൻ ഇവിടെ കൊടുത്തേനോ എവിടേക്ക് എന്തൊക്കെയാ ഉള്ളത് ഇതൊക്കെ വായിച്ചു നോക്കിട്ട് കയറിയ രണ്ട് സൈഡിലുണ്ട്. ജെൻസിന്റെ സെക്ഷനിൽ പോവാം. തേർഡ് ഫ്ലോറിലോട്ടാ. ഇത് കഴിഞ്ഞോ? ഏത് ഓഫറാ? നല്ല ലിഫ്റ്റ് ആണല്ലേ, ടച്ച് വരുന്നത്. ടച്ച് എന്തൊക്കെ എടുക്കാനാ പ്ലാൻ? ചെന്നോക്കട്ടെ എന്തൊക്കെ എടുക്കണം. എന്തായാലും കല്യാണ തലേന്ന് ഇടാനുള്ളത് നോക്കാം. ഒരു കുർത്ത, പിന്നെ നമുക്ക് നോർമലി ഇടാനുള്ളത് ഷർട്ട്, പാന്റ്, അങ്ങനത്തെ. ആദ്യം നമുക്ക് ഇവിടുത്തെ പിന്നെ ഗ്രൂമിന്റെ സെക്ഷനിലോട്ട് പോവാം. എന്റെ കൂടെ നിങ്ങൾക്ക് സൂട്ട് വേണ്ടിടാൻ അതൊക്കെ ഇവിടെ നോക്കിയാൽ മതി. എല്ലാ കളറും ഉണ്ടല്ലേ? എല്ലാ കളറും. ഞാൻ സൂട്ട് എല്ലാം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, എൻ്റെ സൈസ് ഭയങ്കര വ്യത്യാസമുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പറയും, അയ്യോ യൂട്യൂബിൽ കാണുന്ന പോലെ അല്ലല്ലോ ഡയറക്റ്റ് കാണുമെന്ന്. അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്താലേ സാധനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നോക്കേണ്ടത്, ഒന്ന് കല്യാണത്തിൻ്റെ തലേന്ന് ഇടാനുള്ള ഒരു മെറ്റീരിയൽ വെക്കാം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോഴുള്ള കുറച്ച് ബ്രാൻഡഡ് ഷർട്ടും പിന്നെ പാൻസും കാര്യങ്ങളൊക്കെ വെക്കാം. ആദ്യം നമുക്ക് കുർത്ത വെക്കാം. തലേന്ന് കുർത്ത പോരെ? കുർത്താസ് ഉണ്ടോ? അപ്പോൾ ആദ്യം കുർത്ത നോക്കാം. നോർമൽ കുർത്താസ് ഇതാക്കിയാലോ? ഏത്? ഞാൻ ഇതാ പിന്നെ രാജസ്ഥാനി അങ്ങനത്തെ സ്റ്റൈലല്ലേ ഓരല്ലേ ഇടുക? ഷർവാണി തലപ്പാകം കൂടി വെച്ചാ പൊളിക്കോ? ഞാനല്ലേ. ഇങ്ങനത്തെ കുർത്തല്ല, നമ്മള് എന്താ ഒരു പാർട്ടി വൈബ്. പാർട്ടി വൈബ്, എത്തനിക് വൈബിലേക്ക് പോകണ്ട. അയ്യോ മൈക്കൻ്റെയിലാണുള്ളത്. ശരിയില്ല. ഫിറ്റാണോ? ഹോട്ടലിലെ തന്നെ മേലെ ഹോട്ടലിൽ തന്നെ നോർമൽ ലുക്ക് അല്ലേ? ഇതല്ല, കുറച്ചുകൂടി നമുക്ക് എന്താക്കാം, പാർട്ടി വൈബിലേക്ക് വരണം. പാർട്ടി വൈബ്. ഫിറ്റ് കറക്റ്റ്. അല്ല, നമുക്ക് വേണമെങ്കിൽ എന്തൊക്കെ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ടൈറ്റ് വേണം.
ഞാനൊരു കുർത്തിട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അതിനനുസരിച്ച് വേണം എനിക്ക് എടുക്കാൻ. രസമുണ്ട്, കണ്ണാടിയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിലോ രസമുണ്ട്, മൊത്തം കണ്ടുപിടിക്കും. അങ്ങനല്ല, ഇങ്ങനെ വിട്ട് നിന്നിട്ട് ഇങ്ങനെ മൊത്തം. ഇത് ബ്ലാക്ക് എടുക്കണോ അല്ലെങ്കിൽ ഈ കളർ എടുക്കണോ എന്ന് മെറ്റീരിയൽ സുഖമുണ്ട് കേട്ടോ. പോക്കറ്റ് തലേന്നായതുകൊണ്ട് കൈ രണ്ടും ഇങ്ങനെ ആയിരിക്കട്ടെ അല്ലേ ഉണ്ടാവുക. ഡാൻസ് കളിക്കുമ്പോൾ അതൊക്കെയാണ് ഞാൻ നോക്കണേ. ഇവിടുന്ന് മാറ്റി അഭിപ്രായം പറയും. ഈ ഫുള്ള് ഡേ നല്ല ഉള്ളു, നല്ല കളർ ആണോ? ചേരുന്നുണ്ടോ? നല്ല കളറാണ്. ഇതെങ്ങനെ ഉണ്ടാവും ഞാൻ ഇട്ട് കഴിഞ്ഞാല്? കല്യാണത്തിന് അന്നല്ലടാ, തലേന്ന്. നമുക്ക് പിന്നെ ഒരുപാട് പരിപാടി ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു വൈറ്റ് കുർത്ത വാങ്ങി വെക്കണ്ട പറഞ്ഞാൽ നോർമൽ. അത് ഇതിനെ രംഗോലിക്കല്ലേ? രംഗോലിക്ക് രംഗോലി ഉണ്ട്, ഗ്രൂം ട്യൂബി ഉണ്ട്, തലേന്നുണ്ട്, കല്യാണത്തിന്റെ അന്നുണ്ട്, നിക്കാനുണ്ട്. 5 ഡ്രസ്സ് വേണല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിലേട്ടോ ആദ്യമായിട്ട് അങ്ങനെ കേട്ട്. എങ്ങനെയുണ്ട്? ദൂരത്താണ് ആരസുണ്ട്. കല്യാണത്തിന് നിൽക്കുന്ന ആളുണ്ട്. തലേന്ന് ഇങ്ങനെ എന്നാലും നോക്കും, കുഴപ്പമൊന്നുമില്ല. അവസാനത്തത് മഴ ഇതെടുത്തോ? നിക്കാന് ഇത് നിക്കാന് ഇടാനുള്ള കേട്ടോ. എങ്ങനെയുണ്ട്? മൂന്ന് യാസീൻ, ഒരു യാസീൻ, 2 യാസീൻ, 3 യാസീൻ. എങ്ങനെയുണ്ട് ഷർട്ട്? രസമല്ലേ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷർട്ട്. നല്ല കളർ അല്ലേ? കൊറേ പേസ്റ്റൽ കളേഴ്സ് ഉള്ള ഷർട്ട്. ഇത് ഞാൻ കൊണ്ടുവന്ന പാന്റ് അല്ല കേട്ടോ. ഞാൻ ഇവിടെ നെട്ടും രസമുണ്ട്. ഷേപ്പ് ചെയ്യണ്ട. ഈ ഒരു ഷർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കറക്റ്റ് ഫിറ്റ്. സെറ്റ് ഇഷ്ടേടാ? എന്നുണ്ട്? എനിക്ക് ഹാഫ് കൈ ആണോ ഫുൾ കൈ ആണോ രസം നിങ്ങളൊന്ന് പറഞ്ഞല്ലേ. ഹാഫ് കൈ കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു ഇഷ്ടം ഫുള്ള് ഇടല്ലേ. സ്ഥിരമായിട്ട് ഫുള്ള് ഇട്ട് ഇപ്പൊ വാപ്പാന്റെ എന്റെ ഷർട്ട് ഒരേ സൈസാ. ഇതിപ്പോ ഒരേ കൊണ്ടായ വാപ്പിട്ട് കിടക്കും. അതപ്പോ ഉണ്ടാവുക. പക്ഷെ വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ലൈറ്റിൽ കാണുന്ന പോലെ അല്ല പുറത്താണ്. ഇവിടെ നല്ല ഭംഗിയുണ്ടാവും കുറച്ചെങ്കിലും നമ്മള്. ഇത് വേറെ കളറാ. ഏതൊരു വീഡിയോയിലോ? രസമുള്ള കളറാ? രസമുള്ളതാ? എല്ലാത്തിനും ഡാർക്ക്. കല്യാണത്തിന് പോവാ. അപ്പൊ എല്ലാരും വരുന്ന കല്യാണത്തിന് ആകർഷ എല്ലാരും കല്യാണം വിളിക്കട്ടെ. കോട്ടിട്ടപ്പോഴാ കല്യാണം വിളിക്കാൻ? കോട്ടിട്ടപ്പോഴല്ലേ കല്യാണ ചെക്കൻ. ഒരു ടൈ കൂടി ഇട്ട കല്യാണ ചെക്കന്. ഞാൻ എന്തിട്ടാ ലുക്കാന്നല്ലേ? ആര് പറഞ്ഞു? ഞാൻ ഇൻസൈഡ് ചെയ്യില്ല. അപ്പം ഇതൊക്കെ ഒന്ന് കല്യാണമായിട്ട് വാച്ച് കെട്ടണം, ഇൻസൈഡ് ചെയ്യണം. പിന്നെന്താ കൊറേ പണിയുണ്ട്. സൈഡ് ചെയ്തൊക്കെ അല്ലേ? IT ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോയല്ലോ. പണിയെടുക്കേണ്ടി വരും. എന്തോ രസമുണ്ട് ഷർട്ട് അല്ലേ? അത് ഞാനായിട്ടാണ് ഈ പെട്ട രസം ഉണ്ടാവില്ല. വയറൊന്ന് കുറയ്ക്കേണ്ടി വരും കേട്ടോ. നമുക്ക് ഇൻഷേപ്പ് ഇടാം. ഇൻഷേപ്പ് ഇട്ടിട്ട് ഇതിപ്പോ ഇങ്ങനെ ഉള്ളിപ്പിടി അങ്ങോട്ട്. ഇതിപ്പോ സ്ഥിരം ഉള്ളു പിടിച്ചെടുക്കാൻ പറ്റൂലല്ലോ. ശരിക്കുള്ള വയറ് ഞങ്ങൾ കാണിച്ചതാ. നോക്കിയോളി, ക്യാമറ കണ്ട് ഫോക്കസ് ചെയ്തോ. അപ്പൊ ബോറായില്ലേ? ഇങ്ങനെ നടക്കണം ശരിക്കും.
അപ്പൊ ഇൻഷേപ്പ് ഇട്ടിട്ട് വേണം ഇങ്ങനെ ആക്കാൻ. ഇത് ഇത് രസമുണ്ടല്ലേ? രസം. ആ പാന്റിന്റെ കൂടെ ചേരുന്നുണ്ട്. എല്ലാം ഈ ബ്ലാക്ക് പാന്റിന്റെ കൂടെ തന്നെ ചെയ്യുന്നത്. ക്രീം മറ്റേ ക്രീം പാന്റ് തൊട്ടേക്കല്ലോ ഇവിടെ ഇല്ലേ? അല്ലേ അത് ക്രീമല്ല, അത് ഒലിവ് എടുത്തോളൂ. ക്രീം ആ ക്രീം ക്രീമായിരിക്കും. രസമുണ്ട് അല്ലേ? ഈ ആ ഒലിവ് കൂടി എടുക്ക്. ഒലിവ് എന്നോട് ചേരൂല, ക്രീം പിന്നെയും പോകും. നല്ല മെറ്റീരിയൽ കേട്ടോ, നല്ല മിനിസാണ്, സുഖമുണ്ട്, ചൂടില്ല. അത് അല്ല വയനാട്ടില് പൊതുവെ ചൂട് കുറവാണ്. ഇപ്പൊ ഇതൊക്കെ എന്തിനാണ് എടുക്കുന്നത്? സൽക്കാരത്തിന്. അല്ല ആ പെണ്ണിന്റെ വീട്ടിലൊക്കെ പോകുമ്പോ കാണുമ്പോ കല്യാണ ചെക്കൻ്റെ ഒരു ഇത് വേണ്ടേ? എല്ലാവർക്കും അറിയാം ഞാനാണത്. ഓളെ വീട്ടിലെ കുടുംബക്കാരെ വീട്ടിലെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോ താമരശ്ശേരി അവിടുന്ന് ഇങ്ങനെ പൊന്നാനി അങ്ങനെ പേർ ഗുരുവായൂർ, അതാണ് ഇപ്പം റോഡ് നല്ല തോന്നുന്നത്. കൊടുങ്ങല്ലൂർ അതൊരു ടാസ്ക് കേട്ടോ, ഭയങ്കരമാണ് റോഡ്. ഓളെ വീട്ടുകാരെ മൊത്തം ഷിഫ്റ്റ് ചെയ്താലോ കോഴിക്കോട്. കാരണം 6 മണിക്കൂർ എടുക്കും. പിന്നെ ഓളിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ആശ്വാസം. ശതമാനം ഇങ്ങനെ പോയിട്ടുണ്ട്. ഇന്ത്യ മൊത്തം അങ്ങനെയല്ല, നാടുകാണി പോയി തൃശ്ശൂരിലേക്ക്. ഇല്ലല്ല, തൃശ്ശൂര് പോക്കില്ലല്ലോ നമ്മള്. ഇനി പോക്കേ ഇനിയിപ്പോ തൃശ്ശൂര് മാത്രാവും ഞാൻ. എന്താണ് ഗഡിയായി കോപ്പറേറ്റ് കിട്ടോ എതിരി പാട്ട്? അത് കേൾക്കണില്ലല്ലോ, ചെറുതായിട്ടല്ലേ, വലിയ സൗണ്ട് ഇല്ലല്ലോ. ചെലപ്പോ കോപ്പറേറ്റ് ഒക്കെ കിട്ടും. പാട്ടാണെങ്കിൽ ഓഫാക്കണ്ട. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, കഴിഞ്ഞ്. അല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഉരിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പൊ എന്തൊക്കെ നടക്കും അറിയില്ല. അത് നമ്മളെടുത്ത എന്തിനറിയോ, ശിങ്കുനെ രാത്രി തല്ലേ എടുത്തില്ല. ഇത് ഒരു ഹാഫ് കൈ ഷർട്ട് രസമുണ്ടോ? ആ രസത്തിന് ഇതൊരു ഫുൾ കൈ ഷർട്ട്, ഇത് ഒരു ഫുൾ കൈ. ഇത് ഇങ്ങനെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോ ഇടാന് രസമുണ്ട്. അതാ ഇല്ലേ, നിങ്ങളൊന്നും എന്റെ സൽക്കാരത്തിന് വിളിക്കൂല. ഇത് അടുത്ത സൽക്കാരം, ഇത് 3ാമത്തെ സൽക്കാരം. ഇത് സൽക്കാരത്തിന് ഇടാനുള്ള പാന്റ്. ഇതാണ് കുർത്ത. മെയിൻ കിട്ടിയില്ല. രസമുണ്ടോ മൊത്തത്തിൽ? ഭാവിന്റെ റിവ്യൂക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. റിവ്യൂ പറയൂ. ഇതിന്റെ ഫോട്ടോ കണ്ടിട്ടല്ലോ, ഇതൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഭംഗിയുണ്ട്. എന്റെ ബോഡി, എന്റെ ഇൻഷേപ്പ് എവിടെ? കാര്യത്തിൽ ഇൻഷേപ്പ് ഇടണം. അതൊക്കെ വലിയ തടിയില്ല, എന്നാലും വയറ് പറഞ്ഞോ? ജാഫർഖാന്റെ ഏതാ സൈസ്? തടി ഇങ്ങനെ കുറയുണ്ട്. ഓക്കെ ഓക്കെ. കല്യാണത്തിന് ബുക്കില്ല. ഇത്രയും നേരം നമ്മളിവിടെ വന്നിട്ട് ഒരു ജ്യൂസ് വെച്ചില്ല. ഭാവി വന്ന് ജ്യൂസ് വെച്ചു. മെയിൻ ഗസ്റ്റ് വരണം. എങ്ങനെ വീണതായി? ഡെക്കറേഷൻ അന്ന് ഹാളില് വീണോ? ഇപ്പൊ ഞാൻ കണ്ടില്ലല്ലോ. നമുക്ക് കല്യാണമായപ്പോ
നിങ്ങളെ കൂടെ ഇതൊക്കെ ഞങ്ങളെ കൂടെ ആ എങ്ങനെ ഇവിടുത്തെ ഭാവിനെ വിളിക്കുന്നത് എന്നാ നമുക്ക് ഇറങ്ങല്ലേ? ഇന്നത്തെ പർച്ചേസ് അവസാനിച്ചിരിക്കുന്നു. വെറും 4 മണിക്കൂർ അല്ലേ? 4 തുച്ഛമായ 4 മണിക്കൂർ. പക്ഷെ പെണ്ണുങ്ങളായിരുന്നേ ഉണ്ടല്ലോ, ഞാനിപ്പോ എത്ര ഷർട്ട് എടുത്തല്ലോ? 6 ഷർട്ട് എങ്ങനെ എടുത്ത്? 6 ഷർട്ട്, 4 പാന്റ്, 5 ഷഡ്ഡി, കുർത്ത എല്ലാം എടുത്ത്. എന്റെ ഒരുവിധ പർച്ചേസ് കഴിഞ്ഞ്. ഇനി കല്യാണ തലേന്ന് ഇടാനുള്ളത് മാത്രം കിട്ടിയാൽ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇതാ ഒരു വലിയൊരു ബാഗ് ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇത് നിറച്ച സാധനമാണ്. ഇതില് നമ്മൾ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് അൺബോക്സിംഗ് വീഡിയോ കാണിച്ചു തരാം. പക്ഷെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, ഇതൊക്കെ നിങ്ങൾ കാണും. കല്യാണം കഴിഞ്ഞിട്ട് കാണാനുള്ളതല്ലേ. ഒന്നുകൂടി ഇട്ടിട്ടോ. വേറൊരു വരുന്നുണ്ട്. രണ്ടും കൂടി നമ്മള് ഒന്ന് പർച്ചേസ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാരും കല്യാണത്തിന് വരിക. ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ 10-150 പേരുണ്ടാവില്ലേ? അപ്പൊ എന്തായാലും വരിക. ഉച്ചക്കാണ് ലളിതമല വെച്ചിട്ട് 4-ാം തീയതി. ഇങ്ങനെയാണ് ഞാൻ സന്തോഷം. താങ്ക് യു. ഓക്കെ ശരി. അത് അപ്പോൾ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ കോഴിക്കോട് നിന്ന് പോകണ്ട, വയനാട്ടുകാർ സ്ഥിരം കാണിക്കുന്നതാണ്. നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നല്ല സെലക്ഷൻസ് ഉണ്ട്. ജെൻസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബ്രൈഡിനുള്ളത്, ഗ്രൂമിനും ബ്രൈഡിനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര ഹാപ്പി കേട്ടോ. അതായത് നല്ല സ്വഭാവം, അവിടുത്തെ എല്ലാ ആൾക്കാരും നമ്മളെ നല്ല ഹാപ്പി ആക്കിയിട്ടാണ് വിട്ടത്. അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഒരു സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ, ചെറിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതല്ല ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും നല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, നമ്മളൊരു ഷർട്ട് പറഞ്ഞാൽ ആ സെറ്റിലുള്ള എല്ലാം എടുത്തിട്ടിട്ട് പറയും, സാർ ഏതാ വേണ്ടത് സാറിന് പറയും. മറ്റേവരൊരിക്കും ഇത് ചൂണ്ടി കാണിക്കുമെന്നൊന്നുമില്ല, എല്ലാം എടുത്തിട്ട് തന്നെ എടുത്തിട്ട് നല്ല നല്ല പെരുമാറ്റം. നമ്മളെ ബില്ലിങ്ങിലുള്ള ആൾക്കാരായാലും നമുക്ക് നല്ലൊരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ. എന്ത് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് പർച്ചേസിന് മൊത്തത്തിൽ. അപ്പോൾ അതും ഹാപ്പിയായി, നമ്മൾ മൊത്തം ഫുൾ ഹാപ്പി. ഓക്കെ, ലെറ്റ്സ് ഗോ.